everyone, welcome back to my channel. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് കുഞ്ഞാര വീട് വരെ പോവാമെന്ന്. ഇവിടെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 25 മിനിറ്റ് ഉണ്ട് കുഞ്ഞാര വീട്ടിലോട്ട് പോകാനായിട്ട്. രാവിലെ തീരുമാനിച്ചുകൊണ്ട് തന്നെ റെഡി ആയിട്ടൊക്കെ വന്നപ്പോൾ ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും ഹാനിയും കൂടെ പോയി ആദ്യം സാധനം വാങ്ങാമെന്ന് വിചാരിച്ച്. വാപ്പ രാവിലെ പോയതുകൊണ്ട് തന്നെ നമുക്കൊന്നും വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് വന്നപ്പോൾ നെടുമങ്ങാട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ തുറന്നിക്കണതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് എൻ്റെ അനിയത്തിക്ക് പെട്രോൾ പമ്പിൽ കയറുമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കയറി പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ സ്ഥിരം പ്ലേസായ രാമചന്ദ്രനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വന്നത് തന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ വരുന്നതേ ഉണ്ടായത്. നമ്മൾ ആദ്യം തന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ എനിക്കും എൻ്റെ അനിയത്തിക്ക് എന്തെടുക്കണമെന്നായി ഡൗട്ട്. ഹാനി നിന്ന് നോക്കുന്നുണ്ട് എന്തെടുക്കണമെന്ന്. ഹാനിക്ക് ഫുഡ് കൊടുത്തിട്ടൊക്കെ ഇറങ്ങുമ്പോഴാണ് നല്ല ലേറ്റായി പോകുന്നത്. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ കൺഫ്യൂഷനൊക്കെ മാറി കുറച്ച് ഫ്രൂട്ട്സൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. ഉമ്മാട്ടെ വിളിച്ച് ചോദിച്ചപ്പോൾ ഉമ്മാരിന്ന് വഴക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, നിങ്ങളെ പറഞ്ഞു വിട്ട് എന്തിനാണെന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ നിന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇറങ്ങി. ഇനി നേരെ നമ്മൾ പോകുന്നത് ഉമ്മച്ചാര വീട്ടിലേക്കാണ്. എനിക്കൊരു കൊറിയർ റിട്ടേൺ അയക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ കൊടുത്തിട്ട് പോകുമെന്ന് വിചാരിച്ചു. ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളില്ലെങ്കിൽ പിന്നെ റിട്ടേൺ അവർക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനെ ഉമ്മച്ചാര വീട്ടിൽ കൊടുത്തിട്ട് പോകുമ്പോൾ അവർക്ക് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ വന്ന് വാങ്ങിച്ചോളും. വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെ നമ്മളിതാ റെഡിയായി കുഞ്ഞാര വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞാര വീട് തൊളുക്കോടാണ്. കുഞ്ഞ് മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്. താഴെ കടകളൊക്കെ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കഫേയും താഴെ ഉണ്ട്. ഇത് തുടങ്ങിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ കഫേയിലുള്ള സ്പെഷ്യൽ ഐറ്റംസൊക്കെ കുഞ്ഞെനിക്ക് വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിന്. അങ്ങനെ കുഞ്ഞാര വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും ആദ്യം ഹാനിയാണ് വെൽക്കം ചെയ്യുന്നത്. ഇപ്പം നമ്മളെയൊന്നും ആർക്കും മൈൻഡില്ല, എല്ലാവരും ഹാനിയുടെ പുറകെയാണ്. ഹാനിയയ്ക്കും പിന്നെ ദിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുഞ്ഞാര വീട്ടിൽ വന്നാൽ പിന്നെ നമുക്ക് നമ്മളെ വീട് പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും തോന്നില്ല. ഹാനിക്ക് ആരെങ്കിലും കൂടെ കളിക്കാനായിട്ട് വേണം. അപ്പോൾ ദിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കൂടെ കളിക്കാനായിട്ട്. അങ്ങനെ അടുത്ത ഹൈറമോൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഹാനി ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഹൈറമോൾ ആദ്യമായിട്ടുണ്ട് ഇത് കുഞ്ഞെ എടുത്ത് വെച്ച് കളിപ്പിക്കുന്നുണ്ട്. കുഞ്ഞാന്ന് പറയുന്നത് എൻ്റെ ഉമ്മാരെ അനിയത്തിയാണ്. ഹാനിയെ പിന്നെ ആരുടെ തോളി കയറട്ടെന്നായി എല്ലാവരും ഇങ്ങനെ മാറി മാറി ഹാനിയെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നേ. ഹൈറമ്മക്ക് പിന്നെ എവിടെ വന്നാലും ഒരു പ്രശ്നമില്ല, അവൾക്ക് ഉറക്കമാണ് മുഖ്യം. ഈ പ്രായത്തിൽ പിന്നെ അതാണല്ലോ. അങ്ങനെ എല്ലാവരെയും ചിരിച്ച് കളിച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം അവളെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഉറക്കാൻ ഞാൻ കൊണ്ട് കിടത്തിയിട്ടുള്ളതാണ്. ഇതൊക്കെ കുഞ്ഞാര വീട്ടിലുള്ള കുറച്ച് മീഷോ ഫൈൻസാണ്. കുറേ സാധനങ്ങൾ കുഞ്ഞിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ല രസമുണ്ട്. ഇത് അലമാരയുടെ മിററാണ്. ഇതിലും ഞാൻ കുറേ ഫോട്ടോസൊക്കെ നിന്ന് എടുത്ത്. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ക്ലിയർ ആയിരുന്നു. പിന്നെ കണ്ടില്ലേ ഈ കമ്മലൊക്കെ കുഞ്ഞ് ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. കുറേ ഓർഗനൈസർ ഞാൻ ഇവിടെ കണ്ട്. ഞാൻ കുഞ്ഞായിട്ട് ചോദിക്കുകയും ചെയ്തു, ഇതൊന്നും ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന്. കുഞ്ഞ് എന്തൊക്കെ വാങ്ങിച്ചാലും നമുക്ക് ഓരോ ഫോട്ടോസൊക്കെ അയച്ചു തരുമായിരുന്നേ. പിന്നെ കുഞ്ഞാര വീട്ടിൽ വന്ന മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് ഈ പുറത്ത് വന്നിരിക്കുന്നതാണ്. ഞാൻ വന്നപ്പോൾ ഹാനിക്ക് ഫുഡ് കൊടുക്കുന്നതാണ്. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ കാപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാതെയാണ് അവൾ വന്നത്. പിന്നെ കുഞ്ഞാര വീട്ടിൽ നമ്മൾ പറയാതെ വന്നതുകൊണ്ട് തന്നെ കിച്ചണിൽ ഇതുപോലെ പണി നടക്കുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ കുഞ്ഞാക്ക് ഭയങ്കര വിഷമമായിരുന്നു. പണി നടക്കുന്ന ദിവസം തന്നെ നമ്മൾ വന്നല്ലോ എന്ന്. ഇങ്ങനെ പുറത്ത് വന്നിരിക്കാൻ നല്ല രസമാണ്. ഇവിടെ നല്ല കാറ്റുണ്ട്. മുകളിലത്തെ നിലയിലായതുകൊണ്ട് തന്നെ നല്ല രസമാണ്, നല്ലൊരു വ്യൂ ഉണ്ട്. കുഞ്ഞിവിടെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഹാനി ഇതുവരെ കഴിച്ച് തീർന്നില്ല, ഞാൻ നേരത്തെ കാണിച്ചതാണ്. ഹാനിക്കാണെങ്കിൽ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ ദിയെങ്കിലും കൊടുക്കുമ്പോൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ ഇരുത്തി കൊടുക്കാൻ പറഞ്ഞത്. പാലാടയും ചിക്കൻ വന്നിരിക്കുമ്പോൾ നല്ല കാറ്റാണ്, കണ്ടില്ലേ. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റൂല, വെയിലത്ത് നന്നായിട്ട് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ നല്ല കാറ്റാണ്. കുഞ്ഞാര വീട്ടിൽ ഇഷ്ടംപോലെ റംബുത്താനുണ്ട്. അങ്ങനെ ഉമ്മ ഒരെണ്ണം എനിക്കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് അടുത്ത വീട്ടിലെ റംബുത്താൻ്റെ മരമാണ്. ഈ ചുമന്ന കളറിൽ നിൽക്കുന്ന അത്രയും റംബുത്താനാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും നോക്കിയാലും ഈ റംബുത്താൻ കാണാൻ പറ്റും. പക്ഷേ ഇത് കാണാൻ നല്ല അട്രാക്ഷൻ. അപ്പോഴേക്കും എൻ്റെ ഹൈറമോൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. ഹൈറമോൾ നോക്കിയാണ് നമ്മൾ എവിടെയാണ് വന്നതെന്ന്. പിന്നെ അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അവളിങ്ങനെ ചിരിക്കും, ആര് സംസാരിച്ചാലും അവളിങ്ങനെ ചിരിക്കും. എല്ലാ സ്ഥലവും അവളിങ്ങനെ നോക്കുന്നുണ്ട് മുകളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്.
ഹാനി ഇതുവരെ കഴിച്ച് കഴിഞ്ഞില്ല കേട്ടോ. പക്ഷേ ദിയെ അവിടെ നിന്ന് മാറ്റിയിട്ടുമുണ്ട്. അവൾ ഒറ്റയ്ക്കായി കഴിക്കാൻ ഇരിപ്പ്. പക്ഷെ കൊടുത്തിട്ടും അവൾ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ നിർബന്ധിച്ചിട്ടും ഊഞ്ഞാലാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോഴേക്കും കുഞ്ഞ് നമുക്കിതാ മാംഗോ ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം വെള്ളമൊന്നും ചേർക്കാതെയാണ് കുഞ്ഞ് ഇത് അടിച്ചത്. അതുകൊണ്ട് തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഹാനിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹാനിക്ക് ഇവിടെ നിന്ന് പറയുന്നത് VIP ട്രീറ്റാണ്. ഒരു സൈഡിൽ നിന്ന് ജ്യൂസ് കൊടുക്കുന്നു, ഒരു സൈഡിൽ നിന്ന് ഇതാ പാലാട കൊടുക്കുന്നുവേ. പക്ഷേ ഇത് വല്ലതും ഹാനി കഴിക്കുന്നുണ്ടോ? ഇല്ല. അവൾ നോ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്ത് ചോദിച്ചാലും അവൾ നോ എന്നുള്ളൊരു ഇത് പറയേ. പിന്നെ എല്ലാവരും പോയതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പോഴാണ് എനിക്ക് ഊഞ്ഞാൽ കിട്ടിയത്. അല്ലെങ്കിൽ എൻ്റെ കൂടെ പുറകെ എല്ലാവരും വരേ. ഞാൻ വന്നിട്ടുണ്ട്, ഹാനിയിൽ നിന്ന് നോക്കുന്നുണ്ട്. അവളെ മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ഊഞ്ഞാലാടുന്നതാണ്. അങ്ങനെ ഞാൻ മാറി കൊടുക്കാൻ വേണ്ടി ഹാനി കുറേ ബഹളം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദിയൂസ് സൈക്കിൾ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ പുറകിൽ നിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് സമാധാനമായി. അങ്ങനെ അതിലൊക്കെ ഇരുന്ന് തളർന്നതിന് ശേഷം ഹാനിയും ദിയും കൂടെ കളിയായേ. കൈ പിടിച്ച് നടക്കാൻ ഹാനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദിയ എടുക്കുന്നുണ്ട്, നടത്തുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടെ കളിക്കാൻ ആരെങ്കിലും ഇല്ല എന്നുള്ളൊരു ഇതായിരുന്നു ഹാനിക്ക്. പിന്നെ സോക്സൊക്കെ അവൾക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്ന് ഫ്രീ ആക്കി നടത്താമെന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ വന്നത്. അപ്പം ഇനി പോകുമ്പം കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഫ്രീ ആക്കി നടത്താമെന്ന് വിചാരിച്ച്. കുഞ്ഞതാ ഇവിടെയും കുറേ ചെടികളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാളെ കോളേജിൽ പോകുന്നുള്ള വിഷമമാണ് എൻ്റെ അനിയത്തി ഇരുന്നുകൊണ്ട് പറയുന്നത്. അവൾക്ക് കോളേജിൽ പോകാൻ ഭയങ്കര മടിയാണ്. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ് പോകാനാണ് മടി. ചില ദിവസങ്ങൾക്ക് ഉച്ചയ്ക്ക് വരികയും ചെയ്യും. നേരത്തെ വൈകിട്ട് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞ് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവൾ പോവേ ഇല്ല. ഹാനിക്ക് ഇവിടെ വന്നപ്പോഴും കുറേ പാവയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അതെടുത്ത് വെച്ച് കളി തുടങ്ങി. ഇതുപോലെ എന്തെങ്കിലും ഹാനിക്ക് കിട്ടിയാൽ പിന്നെ അവൾ ഹാപ്പിയായി. അവൾക്ക് വീട്ടിൽ നിന്ന് കുറേ വാവുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നിന്നും കൂടെ കളിക്കാൻ കിട്ടിയപ്പോൾ നല്ല രസമായി. ഇവിടെ ദിയയ്ക്ക് ഇതുപോലെ വാവും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നൊരു ഹോബിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഇവിടെ കാണും. അവസാനം കളിച്ച് കയ്യിലിരുന്ന പാവ കളിച്ച് മതിയായപ്പോൾ ദിയേട്ട പോയിട്ട് അടുത്ത പാവ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സന വേറെ പാവയൊക്കെ അവിടെ എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഹാനിക്ക് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഹാനി അതും കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് കളിക്കാനായിട്ട്. അവൾ പോകുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവൾ എന്ത് ഹാപ്പിയാണ്. അപ്പോഴേക്കും കൊച്ചതാ കുറച്ച് റംബുട്ടാൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് തന്നെ പറിച്ചതാണ്. താഴെ നിന്നുകൊണ്ടാണ് കുറച്ച് പച്ചയും കുറച്ച് പഴുത്തതും. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കഴിച്ചപ്പോൾ ഹാനിത വീണ്ടും കളി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഗ്ലാസിൻ്റെ അവിടെ നിന്നായ അടുത്ത കളി. ഇവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചാനിയ ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞതാ ഇവിടെ സോങ് ഇട്ടിട്ടുണ്ടായിരുന്നു TV-യിൽ. അത് കേട്ടപ്പം പിന്നെ ഹാനി അത് കേട്ട് ഡാൻസായി. അവിടെ ഒറ്റയ്ക്കല്ല ഡാൻസ് കളിക്കുന്നതും കൂടെ വാവേ പാവോ എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെ അവളിതാ ഡാൻസായി ബഹളമായി. ആദ്യം ദിയെ വിളിച്ച്, ദിയെ പിന്നെ പോകത്തോണ്ട് അവളിതാ ഒറ്റയ്ക്ക് കളിയായി. അവൾക്ക് ഇങ്ങനെ പാട്ട് കേട്ടാൽ എപ്പം എന്നാലും ഒന്ന് കളിച്ചാൽ മതിയെ. ഡാൻസ് എവിടെയാണെന്നൊന്നും ഒരു പ്രശ്നവും അവൾക്കില്ല. പാട്ട് കേട്ടപ്പോൾ ഇതാ ഓരോ സ്റ്റെപ്പും വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമാണ്. നിങ്ങളെ വീട്ടിൽ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കുമല്ലോ. ചില സമയത്ത് നമുക്ക് തന്നെ നന്നായിട്ട് ദേഷ്യവും വരാറുണ്ട്. പിന്നെ ഇതുപോലെ കുറേ മീനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഓക്സിജൻ കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോവും. ഹാനിത് ഇവിടെ അടുത്ത ഒളിച്ചുകളി തുടങ്ങിയിട്ടുണ്ട്. ദിയെ കണ്ടുപിടിക്കാനായിട്ടാണ് വരുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരേ പ്രായം പോലെ നിന്ന് ഒളിച്ചു കളിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട്. ഇനി കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മൾ ടേബിളിൽ ഇരിക്കുന്നേക്കാളും നമ്മൾ വിചാരിച്ച് ഇതുപോലെ ഒന്ന് മാറ്റിട്ടതിന് ശേഷം തറയിലിരുന്ന് കഴിക്കാമെന്ന്. അങ്ങനെ കുഞ്ഞതാ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ കുക്കറിൽ ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഞ്ഞ് വെച്ചപ്പം. കുഞ്ഞാക്കൊരു ടെൻഷൻ കുക്കറിൽ വെച്ചതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹാനി എവിടെ ഇരുന്ന് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ മധുരം കഴിക്കണമല്ലോ. അങ്ങനെ കുറച്ച് സോനാ പപ്പടിയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഹാനിയും കൂടെ ഒന്ന് പുറത്ത് വന്നിരിപ്പുണ്ട്. ഹാനിക്ക് അപ്പോഴേക്കും ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിരിയാണി കഴിച്ചപ്പോൾ തന്നെ ഫുൾ ഡ്രസ്സിലായിട്ടുണ്ട്. അങ്ങനെ അവളിതാ ഒറ്റയ്ക്ക് വന്നിരുന്ന് എൻജോയ് ചെയ്ത് ഊഞ്ഞാലാടുന്നുണ്ട്. എന്നിട്ട് ഇതാ ദിയേയും വിളിക്കുന്നുണ്ട് കൂടെ കളിക്കാനും കൂടെ ഇരിക്കാനൊക്കെ ആയിട്ട്. ഫുഡ് കഴിക്കുമ്പോൾ മാത്രമല്ലല്ലോ അവൾ ഊഞ്ഞാൽ ഇരിക്കേണ്ടത്, അല്ലെങ്കിലൊന്നും ഇരിക്കണമല്ലോ. അങ്ങനെ അവൾ വന്നിരിപ്പുണ്ട്. ഇത് കുഞ്ഞാരെ വീട്ടിലുള്ള റംബുട്ടാനാണ്. ഇത് കുറേ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ വലുതായിട്ട് പച്ചയാണ് കൂടുതലുള്ളത്, പഴുത്തിട്ടില്ല. അതുകൊണ്ടാണ് കുഞ്ഞ് നേരത്തെ പറിച്ചപ്പം പറഞ്ഞത്. അപ്പോഴേക്കും എൻ്റെ ഹയറമോക്ക് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാനിയെ വന്ന് ഹയറമോളെ സ്നേഹിപ്പായിരുന്നു. നമ്മൾ തൊടലൂ എന്ന് പറഞ്ഞാൽ അവൾ തൊടും, ഇല്ലെങ്കിൽ ഭയങ്കര സ്നേഹമാണ്, മുത്തമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും.
ഈവനിങ് ഒക്കെ ആയപ്പോൾ കുഞ്ഞതാ കട്ടനൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. കൊച്ച താഴത്തെ കഫേയിൽ നിന്ന് ഇതാ ഷവർമ്മ വാങ്ങിക്കൊണ്ട് വന്നതാണ് കഴിക്കാനായിട്ട്. ഞാൻ ഇതുവരെ ഇവിടുത്തെ ഷവർമ്മ കഴിച്ചിട്ടില്ല, കാരണം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഇതൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. ഹാനിക്ക് ഇതാ പ്രത്യേക ഉഴുന്നുവട വാങ്ങിയിട്ടുണ്ട്, ഷവർമ്മ കൊടുക്കാത്തതുകൊണ്ട് തന്നെ. അതിൻ്റെ സന്തോഷമാണ് ഇതാ ഹാനിയെ കാണിക്കുന്നത്. അങ്ങനെ ഞാൻ ഇതാ ഒരു ഷവർമ്മ എടുത്ത് കഴിക്കുന്നുണ്ട്. ഇത് കുബൂസിലാണ് വരുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഷവർമ്മ. നല്ല ഫില്ലിങ്സ് ഉണ്ടായിരുന്നു, മയോണൈസ് ആയിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. ഞാൻ മാത്രമാണ് ഇവിടുന്ന് ഷവർമ്മ കഴിക്കാത്ത. അങ്ങനെ കുഞ്ഞു ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിട്ട് പറഞ്ഞ അടിപൊളി ഷവർമ്മ. ഇവിടെ ഒരുപാട് പേര് പൊന്മുടി റൂട്ടായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വരെ ഷവർമ്മയെ കഴിക്കാനായിട്ട്. ഹാനി എന്താ വീട്ടിലത്തെ പോലെ തന്നെ ഇതുപോലെ കുറേ കളിപ്പാട്ടമൊക്കെ വാരിയിട്ട് കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ പോകുമ്പോൾ കുഞ്ഞാക്ക് ഇരട്ടി പണി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഹാനി ഇതെല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ഇത് ദിയയുടെ പഴയ ടോയ്സൊക്കെയാണ്, അവളെല്ലാം ഇങ്ങനെ കളയാതെ വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ കൊച്ചത പെരി പെരി ഫൽഫഹമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് പോയാൽ മതി എന്നായി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അത് കഴിക്കാണ്ടിരുന്നു. നല്ല എരിവുണ്ടായിരുന്നു. ഇതിന് വേണ്ടി തന്നെ ഹാനി കഴിച്ചില്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ ഇവിടെ നിന്ന് പോകാൻ പോണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുവേ.